ആശങ്കയുയർത്തുന്ന വാർത്തകളാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു. സൗദിയുടെ തലസ്ഥാനമായ റിയാദിൽ ഇറാൻ ആക്രമണം നടത്തി. റിയാദിലെ US എംബസിക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ US എംബസിക്ക് തീപിടിച്ചതായി സൗദിയിലെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2 ഡ്രോണുകളാണ് ആക്രമണം നടത്തിയത്. ഈ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഇറാനിലെ നയതന്ത്ര മേഖലയിൽ 2 സ്ഫോടനങ്ങൾ കൂടി ഉണ്ടായതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. നയതന്ത്ര മേഖലയെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായത്. 4 ഡ്രോണുകളെ സൗദി വ്യോമപ്രതിരോധ സേന വെടിവെച്ചിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റിയാദിലെ എംബസി ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സൗദിയിലുള്ള പൗരന്മാരോട് ജാഗ്രത പാലിക്കാനും സുരക്ഷിത ഇടങ്ങളിൽ തുടരാനും US മുന്നറിയിപ്പ് നൽകി. 4ാം ദിനവും ഗൾഫ് രാജ്യങ്ങളിലെ USന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം തുടരുകയാണ്. ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതായി ഇറാന്റെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ ആക്രമണം ശക്തമാക്കിയതോടെ ഖത്തർ രാജ്യത്തെ വ്യോമപാത അടച്ചു. വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നും ഖത്തർ എയർവേസ് അറിയിച്ചു. വ്യോമപാത തുറക്കുന്നതായി ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചാലുടൻ സർവീസുകൾ വീണ്ടും തുടങ്ങുമെന്നും ഖത്തർ എയർവേസ് അധികൃതർ പറഞ്ഞു. കുവൈറ്റിലെ US എംബസിയും അടച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചതായി എംബസി വ്യക്തമാക്കി. സൗദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്കും വ്യോമതാവളത്തിന് നേരെ ലക്ഷ്യമിട്ടെത്തിയ 7 ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തതായി അതിനിടയിൽ റിപ്പോർട്ടുകൾ വരുന്നു. തിങ്കളാഴ്ച നടന്ന ആക്രമണ ശ്രമത്തിൽ അമീർ സുൽത്താൻ വ്യോമതാവളത്തിന് സമീപം 5 ഡ്രോണുകളും കിഴക്കൻ പ്രവിശ്യയിലെ റാസ് തനൂറ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ വന്ന 2 ഡ്രോണുകളുമാണ് തകർത്തതെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. വ്യോമതാവളത്തിന് നേരെയുള്ള നീക്കത്തെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തതിനാൽ അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. റിയാദിന് തെക്കുഭാഗത്തായി അൽ ഹർജിലുള്ള അമീർ സുൽത്താൻ എയർബേസിന് സമീപം എത്തിയ 5 ഡ്രോണുകളെയാണ് പ്രതിരോധ സേന വിജയകരമായി തകർത്തതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ എണ്ണ ശുദ്ധീകരണശാലയായ റാസ് തനൂറയ്ക്ക് നേരെ വന്ന 2 ഡ്രോണുകൾ വെടിവെച്ചിടുകയായിരുന്നു. ഇവയുടെ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് ശുദ്ധീകരണശാലയിൽ ചെറിയ രീതിയിൽ തീപിടുത്തമുണ്ടായി. ജനവാസ മേഖലയ്ക്ക് സമീപമാണ് അവശിഷ്ടങ്ങൾ പതിച്ചതെങ്കിലും ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല.